ഇപ്പോൾ മലയാള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രാക്കർമാർ പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ കൃത്യമാണെന്ന് നിർമ്മാതാക്കളും ഈ അടുത്തിടയ്ക്ക് പറയുകയും ചെയ്തു. വളരെ കൃത്യമായി തന്നെയാണ് അവർ ട്രാക്ക് ചെയ്ത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കുറച്ചു നാൾക്ക് മുമ്പ് ട്രാക്കിംഗ് ഒക്കെ അത്ര കൃത്യമായിരുന്നില്ല. ഇപ്പോഴിതാ അവരുടെ ട്രാക്കിംഗ് കൃത്യമായപ്പോൾ ആ ട്രാക്കിംഗ് റിപ്പോർട്ട് ഇന്നേ ദിവസം അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ട്രാക്ക് ചെയ്ത് വന്ന 100 കോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ആദ്യമായി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 100 കോടി ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആ ട്രാക്കിംഗ് വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു. ആ റിപ്പോർട്ടാണ് ഇന്നേ ദിവസം അവർ പുറത്തുവിട്ടിരിക്കുന്നത്. സാക്ഷാൽ മോഹൻലാൽ നായകനായ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രത്തിന്റെ ട്രാക്കിംഗ് റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥ 100 കോടി എന്ന് തന്നെ പറയാൻ കഴിയും. ഇന്നേ ദിവസം സന്തോഷിക്കാനുള്ള ദിവസം തന്നെയാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ. അതിലും മികച്ച സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് മോഹൻലാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഒക്കെ പങ്കുവച്ചുകൊണ്ട് എത്തിയത്. ഇന്നേ ദിവസം മോഹൻലാൽ ഒരു ചിത്രം പങ്കുവെക്കുകയുണ്ടായി. നമ്മളെ ശരിക്കും അതിശയിപ്പിച്ച തുടരും എന്ന ചിത്രത്തിന്റെ തുടക്കത്തിലുള്ള സീനുകൾ എയിലൂടെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ചിത്രങ്ങളൊക്കെ. ആൽബത്തിൽ നിന്നും എടുത്ത ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിലൊരു നിമിഷമുണ്ടായിരുന്നു. ശോഭന, തമിഴ് നടൻ ഭാരതി രാജ തുടങ്ങിയവർ അണിനിരക്കുന്ന സിനിമയിൽ തമിഴ് നടൻ വിജയ് സേതുപതിയും എത്തിയ നിമിഷങ്ങളായിരുന്നു അത്. ഫോട്ടോ സാന്നിധ്യത്തിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. ഷൺമുഖന്റെ പഴയകാല സുഹൃത്തായാണ് വിജയ് സേതുപതിയെ സിനിമയിൽ കാണിക്കുന്നത്. മോഹൻലാലും വിജയ് സേതുപതിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വലിയ കൈയടിയും ലഭിച്ചിരുന്നു. അതിൽ തന്നെ ആരാധകർ ഏറെ ആഘോഷിച്ച ഫോട്ടോയായിരുന്നു തുടരും ടൈറ്റിൽ സോങ്ങിൽ കാണിക്കുന്ന ഇരുവരുടെയും ഫോട്ടോ. ചെന്നൈയിൽ ഫൈറ്റേഴ്സായി ജോലി ചെയ്തിരുന്ന കാലത്തെ ചിത്രം എന്ന രീതിയിലാണ് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കിയ ഫോട്ടോ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ചിത്രം മോഹൻലാൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു കാലം തിരികെ വരും, ചെറുതൂവൽ ചിരി പകരും, തലോടും താനെ കഥ തുടരും എന്ന വരികളോടൊപ്പം മോഹൻലാൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഇതങ്ങോട്ട് പങ്കുവച്ചതും സാക്ഷാൽ വിജയ് സേതുപതിയും എത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ആരാധകരെ ശരിക്കും അതിശയപ്പെടുത്തുന്നതും. ഇപ്പോൾ ഈ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് വിജയ് സേതുപതി. മോഹൻലാൽ എന്ന അതുല്യ മനുഷ്യനോടൊപ്പം ഒരു പിക്ചർ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമെന്നാണ് വിജയ് സേതുപതി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത്. വിജയ് സേതുപതിയുടെ അനുമതിയോടെയാണ് ഈ ചിത്രങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചത് എന്ന് സംവിധായകൻ തരുൺ മൂർത്തി തന്നെ നേരത്തെ ഒരഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. മോഹൻലാൽ എന്ന നടനോടുള്ള അദ്ദേഹത്തിന്റെ ആരാധന കൊണ്ടാണ് ഫോട്ടോ ഉപയോഗിക്കാൻ വിജയ് സേതുപതി അനുമതി നൽകിയതെന്നും തരുൺ പറഞ്ഞിരുന്നു. ലാലേട്ടനോടുള്ള സ്നേഹം കാരണമാണ് ആ ഫോട്ടോ ഉപയോഗിക്കാൻ അദ്ദേഹം അനുമതി തന്നത്. ഞങ്ങൾ മെയിൽ അയക്കുകയായിരുന്നു. ലാൽ സാറിന്റെ പഴയ സുഹൃത്തായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു എന്നായിരുന്നു തരുണിന്റെ വാക്കുകൾ. ശരിക്കും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടരുമെന്ന സിനിമ ഇപ്പോഴും റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നേ ദിവസവും ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിശയമാണ് ഉണ്ടാകുന്നത്. കാരണം എല്ലായിടത്തും ഫാസ്റ്റ് വില്ലിംഗ്, അതും മേജർ സിറ്റീസുകളിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയും. കൂടാതെ മണിക്കൂറുകളിൽ 3 കൈക്കും 4 കൈക്കും അടുത്താണ് ടിക്കറ്റുകൾ ബുക്കാക്കുന്നതും. അതിനൊപ്പം തന്നെ വലിയ വലിയ മൈൽ സ്റ്റോണുകളാണ് ഈ ചിത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു റെക്കോർഡും ഈ ഒരു അവസരത്തിൽ തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ബുക്ക് മൈ ഷോ സെയിലിലൂടെയാണ് ആ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നതും. കാരണം ഇതിനു മുമ്പ് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു കേരളത്തിൽ നമ്പർ 1 ആയി നിന്നത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെയിൽ ചെയ്തതിന്റെ റെക്കോർഡായിരുന്നു അത്. 4.30 മില്യൺ ടിക്കറ്റുകളാണ് മഞ്ഞുമൽ ബോയ്സ് വിറ്റിരുന്നത് ബുക്ക് മൈ ഷോയിലൂടെ. ഇപ്പോൾ തുടരുമെന്ന ചിത്രം 4.31 മില്യനായി മഞ്ഞുമൽ ബോയ്സിനെയും മറികടന്നിരിക്കുന്നു. എന്തായാലും ബെൻസിന് മുന്നിൽ എല്ലാവരും വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. 43 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ മഞ്ഞുമൽ ബോയ്സിനെ മറികടന്ന് 43.30 ലക്ഷം ടിക്കറ്റുകളാണ് തുടരും വിറ്റിരിക്കുന്നത്. ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടന്ന സിനിമയായി തുടരും മാറുമ്പോൾ ഇങ്ങനെ ചില ഗംഭീര റെക്കോർഡുകളാണ് മോഹൻലാൽ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിംഗ് വന്നപ്പോൾ മോഹൻലാൽ എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞു നടന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ശരിക്കും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. നടനായാലും താരമായാലും അയാൾക്കൊപ്പം നിൽക്കാൻ മലയാളത്തിൽ ആരുമില്ലെന്നുള്ള സത്യം പിന്നെയും എക്സ്പോസ്ഡ് ആയി. ആ ചരിഞ്ഞ തോളിന്റെ കരുത്ത് പിന്നെയും എക്സ്പോസ്ഡ് ആയി. ഇനിയും അയാളെ അളക്കാൻ നോക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അളവുകോൽ കണ്ടുപിടിച്ചവനെ അളക്കാൻ നിൽക്കരുത് എന്ന്. ഇതൊക്കെയായിരുന്നു ഈ അവസരത്തിൽ ആരാധകരുടെ വാക്കുകൾ. എന്തായാലും മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന തുടരും ചിത്രത്തിന്റെ ഓരോ നിമിഷങ്ങളും പ്രേക്ഷകർക്ക് കൗതുകം സമ്മാനിക്കുന്നുണ്ട്. ആരാധകർ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ആ AI ചിത്രവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ വാക്കുകളും. 360-ലേറെ സിനിമകൾ അഭിനയിച്ചു. എത്രയോ സിനിമകൾ വൻ വിജയങ്ങളും ഇൻഡസ്ട്രി ഹിറ്റും ഒക്കെയായി. എന്നിരുന്നാലും മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം മോഹൻലാൽ ഒരു സിനിമയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. തുടരുമെന്ന സിനിമ മോഹൻലാലിനെ സംബന്ധിച്ച് അത്രത്തോളം പേഴ്സണൽ ആണെന്ന് തോന്നുന്നുണ്ട്. ഈ വരികൾ സത്യമാവട്ടെ, നല്ല കാലം തുടരട്ടെ എന്നാണ് അവരുടെ വാക്കുകളും.